നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അതിന്റെ അപ്ഡേറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ, അതിന്റെ സാധ്യതകൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. വിവിധ മണ്ഡലങ്ങളിൽ ഇതാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കുകയാണ് കോൺഗ്രസ്. പൊന്നാനിയിൽ KP നൌഷാദ് അലിക്ക് തന്നെയാണ് സാധ്യത എന്നറിയുന്നു. സിദ്ദിഖ് പന്താവൂർ, AM രോഹിത് എന്നിവരും പരിഗണനയിലുണ്ട്. തവനൂരിൽ PT അജയ് മോഹനും ഹാരിസ് മുതൂരും ഡോക്ടർ M ഹരിപ്രിയയും EP രാജീവും സാധ്യതാ പട്ടികയിലുണ്ട്. വണ്ടൂരിൽ AP അനിൽകുമാർ തന്നെ മത്സരത്തിനിറങ്ങും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തും വീണ്ടും മത്സരിക്കുമെന്നാണ് അറിയുന്നത്. തവന്നൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളുള്ളത്. 100% വിജയമാണ്. നിർഭാഗ്യവശാൽ 4 പഞ്ചായത്ത് പോയി, ബാക്കി ജില്ലാ പഞ്ചായത്ത് 100% തന്നെ കിട്ടി. ഇതുവരെ പാർട്ടി പറയുന്നതൊക്കെ ശിരസ വഹിച്ചൊരു എളിയ പ്രവർത്തകനാണ്. ഇനിയും പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കും. തവനൂരല്ല, ഈ ജില്ലയിലെ 16 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി more than 10,000 വോട്ടുകൾക്ക് എല്ലാ നിയോജകങ്ങളിലും ജയിക്കും. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സോണൽ, ഇതൊരു പ്രാഥമിക ചർച്ചയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വണ്ടൂരിൽ ഏതായാലും മുതിർന്ന നേതാവ് AP അനിൽകുമാർ തന്നെ, നിലമ്പൂരിൽ ഇതാ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ഇറങ്ങുമെന്നറിയുന്നു. മറ്റിടങ്ങളിൽ ഏത് രീതിയിലാണ് ചർച്ചകൾ, ആർക്കൊക്കെയാണ് സാധ്യത? വിനിത, മലപ്പുറത്തെ സംബന്ധിച്ച് മലപ്പുറത്തെ 16 സീറ്റുകളിൽ 4 കോൺഗ്രസിന്റെ കൈകളിലാണ്. അതിൽ വണ്ടൂർ അനിൽകുമാറും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തും തുടരുക തന്നെ ചെയ്യും. പിന്നീട് നേതാക്കന്മാർ നോട്ടമിടുന്നത് പൊന്നാനി, തവനൂർ സീറ്റുകളിലാണ്. ഈ 2 സീറ്റുകളിലേക്കാണ് കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ പൊന്നാനിയിൽ നൌഷാദ് അലി ഏകദേശം ഉറപ്പായ മട്ടാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെയെങ്കിൽ പോലും 2 പേരുകൾ കൂടി അങ്ങോട്ടേക്ക് പരിഗണിക്കുന്നുണ്ട്. രോഹിത് ഉൾപ്പെടെയുള്ളവരുടെ പേര് അവിടേക്ക്, സിദ്ദിഖും രോഹിത്തിനെയും അവിടേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിനോടകം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് തവനൂരാണ്. തവനൂരിനെ സംബന്ധിച്ചാണ് പ്രധാനമായ ചർച്ചകളൊക്കെ നടക്കുന്നത്. അജയ് മോഹൻ, അതുപോലെ തന്നെ ഹരിപ്രിയ, പ്രധാനമായും പറയേണ്ടത് EP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലേക്ക് കൂടുതലായിട്ട് ഒരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത് കൂടുതൽ സാധ്യത പ്രാദേശിക മണ്ഡലത്തിൽ കൂടുതലായി പ്രവർത്തനം നടത്തുന്ന അജയ് മോഹൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് ചെന്നെത്തും എന്നുള്ള സൂചന കൂടി കോൺഗ്രസ് ചർച്ചകളാണ് നടക്കുന്നത്. ആരൊക്കെയാണ് ഇനി മത്സരരംഗത്തേക്ക് എത്തുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ജയസാധ്യതയാണ് പരിഗണിക്കപ്പെടുന്നതെന്നാണ് സോണൽ കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുന്നത്.